പുതിയൊരു യാത്ര പോവുകയും രാജാക്കാടുള്ള മൂന്നാർ കാണാൻ വന്ന നമ്മൾ ഇവരുമായിട്ട് രാജാക്കാടിലുള്ള ചെറിയ ഹിഡൻ പ്ലേസുകൾ നിങ്ങളെ പരസ്യപ്പെടുത്താൻ പോവുകയാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു സഫാരി ജീപ്പിൻ്റെ അണിയർ പ്രവർത്തകരാണ്. അപ്പോൾ അവരുമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയുക. ഓക്കെ, വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ ഇവരുമായി ഈ മഹീന്ദ്ര ജീപ്പിൽ പോകുന്നത്. സഞ്ചാരികളായ നമ്മൾക്ക് ആർക്കും തന്നെ അറിയാത്തൊരു ഹിഡൻ സ്പോട്ടാണ് ഈ വെള്ളച്ചാട്ടം. വിനോദസഞ്ചാരികളുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചവിരുന്നൊരുക്കിയാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. വിദേശികളും സ്വദേശിയും അടക്കം ഒരുപാട് ആൾക്കാരാണ് ചുനൈമാക്കൽ വാട്ടർഫോൾസ് കാണുവാനായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നത്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം കാണുവാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. യാതൊരുവിധ പ്രവേശന ഫീസുകളും ഇങ്ങോട്ട് വരുവാനായി സഞ്ചാരികളിൽ നിന്നും ഈടാക്കുന്നില്ല. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് ഒരു മനോഹരമായ തൂക്കുപാലം കാണുവാനായിട്ടാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ അവിടെ തൂക്കുപാലം കാണുവാനായി സഞ്ചാരികളുമായി എത്തിയിരുന്നു. നേരത്തെ ഈ തൂക്കുപാലത്തിലൂടെ വണ്ടികൾ കടത്തിവിടുമായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി തൂക്കുപാലത്തിൽ വണ്ടികൾ കടത്തിവിടുന്നില്ല. വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനായിട്ട് അവിടെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അദ്ദേഹം എടുത്ത ഫോട്ടോകൾ കാണിച്ച് വിനോദസഞ്ചാരികളെ ക്യാൻവാസ് ചെയ്ത് ധാരാളം ഫോട്ടോകൾ എടുത്ത് നൽകുന്നുണ്ട്. അതിനായി അദ്ദേഹം 30 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട്, പൊന്മുടി ഡാം. പന്നിയാർ ജലവൈദ്യുത പദ്ധതി പ്രൊജക്റ്റായ പൊന്മുടി ഡാമിൽ നിന്ന് ഏകദേശം 32.4 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വലിയ വാഹനങ്ങൾ ഒന്നും തന്നെ ഡാമിലൂടെ കടത്തിവിടത്തില്ല. സഞ്ചാരികൾക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും ഈ ഡാമിലൂടെ ചെറിയ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ അനുമതി നൽകുന്നുണ്ട്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് സഫാരിയുടെ അവസാന ലൊക്കേഷനായ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ ഈ വരുന്ന ജീപ്പിൽ കാണുന്ന വിദേശികളുമായിട്ട് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തത്. നമ്മുടെ ഈ മഹീന്ദ്ര ജീപ്പിലുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ സാഹസികത നിറഞ്ഞ പല റോഡുകളിലൂടെയും അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി നമ്മൾ യാത്ര ചെയ്യുന്നവരെയും കാഴ്ചക്കാരെയൊക്കെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ കാണിച്ചാണ് നമ്മളെ ഓരോ സഞ്ചാര സ്ഥലത്തോട്ടൊക്കെ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കമാണത്. നമുക്ക് മുമ്പ് നമ്മുടെ വ്യൂ പോയിന്റിലോട്ടെത്തിയ സഞ്ചാരികളാണ് ഈ കാണുന്നത്. വിദേശികളും സ്വദേശികളുമായിട്ട് ഒരുപാട് ആൾക്കാരിവിടെ ഈ വ്യൂ പോയിന്റ് കാണുവാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഡ്രോൺ നിരോധിത മേഖല. പൊന്മുടി ഡാമിൻ്റെ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഡ്രോൺ പറത്താൻ ഇവിടുത്തെ ഭരണകൂടം അനുവദിക്കില്ല. കൂടാതെ സഞ്ചാരികൾക്ക് വെള്ളവും കരിക്കുമായിട്ടൊരു കുടുംബം ഇവിടെ മലമുകളിൽ കച്ചവടം നടത്തുന്നുണ്ട്. നല്ല ഭംഗിയാണല്ലേ ഈ സ്ഥലമൊക്കെ കാണാൻ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പാട്ടൊക്കെ പാടാൻ തോന്നും. വേണേ 2 വരി. സ്വർഗം താനിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീട്ടി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകിഴുന്നതത്രയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞതോ. അപ്പോൾ നമ്മുടെ വളരെ മനോഹരമായ ഒരു ജീപ്പ് സവാരിയുടെ അവസാന ലൊക്കേഷനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ഹിൽ ടോപ്പാണ്. ഏകദേശം നമ്മുടെ ഇടുക്കിയിൽ നിന്ന് മനോഹാരിത നമുക്ക് മനസ്സിലാക്കാനും കാണാനും പറ്റുന്ന വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ സന്ദർശിക്കുകയാണെങ്കിൽ ആനച്ചാലിലുള്ള ഡ്രീം ക്യാച്ചർ, അതാണ് അവരുടെ ആ ഒരു ജീപ്പ് സവാരി ടീമിൻ്റെ പേര്. തീർച്ചയായും ഞാൻ അതിലൊരാളുടെ നമ്പർ വെച്ചേക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും.
തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട ഏകദേശം 1, 2, 4, 5 സ്ഥലങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി. ആ സ്ഥലങ്ങൾ നിശ്ചയമായും കാണണം. വളരെ മനോഹാരിത നിറഞ്ഞ ഈ സ്ഥലം നിങ്ങളെ കാണാനായിട്ട് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.